രേഖയുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടു. അപ്പോൾ അവർ പറയുന്നുണ്ട് അവർക്ക് അച്ഛൻ എന്ന് പറയുന്ന ആ ഒരു എന്തായ വികാരം അറിയത്തില്ലെന്ന്. കാരണം അവരുടെ അച്ഛൻ എന്തോ ചെറുപ്പത്തിൽ മരിച്ചു പോയതോ എന്തോ, അച്ഛൻ വേറെ കല്യാണം കഴിച്ചതോ അങ്ങനെ എന്തോ ആണ്. അപ്പൊ അതുപോലെ എനിക്കും ഈ അച്ഛൻ എന്ന് പറയുന്ന അതിന്റെ വികാരം എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. ഞാൻ ഒരു ആണുങ്ങളുടെ അടുത്തും പോകില്ലായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ. പിന്നെ എപ്പോഴും ഞാൻ എൻ്റെ അമ്മൂമ്മയുടെ കൂടെ ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് ചൈൽഡ് അബ്യൂസ് അങ്ങനെ ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ല. സ്വയംഭോഗത്തെ പറ്റിയുള്ള പോസ്റ്റ്, സെക്സിനെ പറ്റിയുള്ള പോസ്റ്റ് ഒന്നും ഞാനത് ഇന്റൻഷനോടുകൂടി ഇട്ടതല്ല. അത് എനിക്കറിയത്തില്ലായിരുന്നു. അത് പിന്നീട് ആൾക്കാർക്ക് അറിയണം എന്നുള്ളൊരു അതായത് വിപ്ലവം അതുകൊണ്ട് സൃഷ്ടിക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. നമ്മുടെ ബോഡി, നമ്മൾക്കൊരു ഇൻഡിവിജ്വലിനുള്ള ഫ്രീഡം, നമ്മൾ എങ്ങനെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യും, നമുക്ക് എങ്ങനെ നമ്മളെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും, അത് നമ്മളുടെ ഫ്രീഡമാണ്. നമസ്കാരം. പിന്നിട്ട വഴികൾ എന്ന ഈ ഒരു സംവാദ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം അതിഥിയായി ചേരുന്നത് ഒരുപക്ഷെ പേര് കേട്ട എല്ലാവർക്കും മനസ്സിലാവും, ശ്രീലക്ഷ്മി അറയ്ക്കലാണ്. സ്വാഗതം. നന്ദി. ശ്രീലക്ഷ്മി അറയ്ക്കൽ, ഒരുപക്ഷെ ഈ പേര് കേൾക്കുമ്പോൾ ആൾക്കാർക്കൊക്കെ ഒരുപാട് പ്രഡിക്ഷൻസ് ഉണ്ടാവും. ഇങ്ങനെ സംസാരിക്കൂ, ഇങ്ങനെ കാര്യങ്ങളെ കാണൂ എന്നൊക്കെയുള്ള ഒരു പ്രഡിക്ഷൻസ് ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയല്ലേ വിശ്വസിക്കുന്നത്? അതെ അതെ, എല്ലാവരും അങ്ങനെയാണ് പ്രഡിക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം ഈ ശ്രീലക്ഷ്മിക്ക് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഒരു കുട്ടിക്കാലം എന്ന് പറയുന്നത് കണ്ണൂര് കിളിയന്തറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇവിടെ തിരുവനന്തപുരത്ത് താമസമാക്കിയിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു കുട്ടിക്കാലത്തെ ഒരു അനുഭവങ്ങൾ? കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ എൻ്റെ വീടെന്ന് പറഞ്ഞാൽ അമ്മയും അമ്മൂമ്മയും മാത്രമുള്ള ഒരു ഫാമിലിയാണ്. പിന്നെ ഞങ്ങൾ 3 പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരു ഫാമിലിയാണ്. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പം സാധാരണ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, സാധാരണ എല്ലാ കുടുംബങ്ങളിലും കാണുന്ന ഒരു പാട്രിയാർക്കി, ഒരു ആൺ കൺട്രോളിങ് പവർ അവിടെ ഇല്ല. നമ്മൾ 3 പെണ്ണുങ്ങൾ മാത്രമുള്ളൊരു നല്ലൊരു ഫാമിലിയാണ്. പിന്നെ അമ്മ കുറെ കഷ്ടപ്പെട്ടു. അമ്മ അംഗൻവാടി ടീച്ചറായിരുന്നു. എനിക്കൊരു 5 വയസ്സൊക്കെ ആയപ്പോഴാണ് അംഗൻവാടി ജോലി കിട്ടിയത്. അതിന് മുമ്പ് അമ്മയ്ക്ക് കൂലിപ്പണിയൊക്കെ ആയിരുന്നു. അങ്ങനെ കുട്ടിക്കാലം നേരെ 1-ാം ക്ലാസ്സിൽ നമ്മുടെ അവിടെ തന്നെയുള്ളൊരു സ്കൂളിൽ ചേർന്നു. LP സ്കൂളൊക്കെ നാട്ടിൽ ചേർന്നു. അത് കഴിഞ്ഞ് 5-ാം ക്ലാസ്സിൽ നിന്ന് എൻട്രൻസ് എഴുതി നവോദയ വിദ്യാലയം എന്ന് പറയുന്ന സ്കൂളുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടി. പിന്നെ 6-ാം ക്ലാസ് തൊട്ട് 10th വരെ അവിടെയായിരുന്നു പഠിച്ചതൊക്കെ. പിന്നെ അതിനിടയ്ക്ക് ഒരു കൊല്ലം ഉത്തർപ്രദേശിൽ നമ്മൾ നവോദയ സ്കൂളുകാർ തന്നെ കൊണ്ടുപോകും. അങ്ങനെ അവിടെ പോയി ടൂർ പോലെയല്ല, ഒരു കൊല്ലം അവിടെ പഠിക്കാൻ വേണ്ടി, ഒരു നാഷണൽ ഇൻ്റഗ്രേഷൻ്റെ ഭാഗമായിട്ട്. പിന്നെ അവിടെ നിന്ന് പിന്നെ തിരിച്ചു വന്നു. അങ്ങനെ പിന്നെ +1 +2 ഒക്കെ നാട്ടിൽ തന്നെ പഠിച്ചു. അങ്ങനെയൊക്കെയാണ് കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ വീട്ടിൽ പാട്രിയാർക്കി ഇല്ലാത്തൊരു, പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരു ഫാമിലി, ഒരു നാട്ടുംപുറം കളിച്ചു വളർന്ന ഒരു കാലം. 3 പെണ്ണുങ്ങൾ മാത്രം എന്ന് പറഞ്ഞല്ലോ. 3 പെണ്ണുങ്ങൾ മാത്രം ഉള്ളതുകൊണ്ട് മറ്റൊരു പാട്രിയാർക്കിസം അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് 3 പെണ്ണുങ്ങളിലേക്ക് അവിടെ ഒതുങ്ങിപ്പോയി? 3 പെണ്ണുങ്ങളിലേക്ക് ഒതുങ്ങാനുള്ള കാരണം അമ്മൂമ്മ ഇതുപോലെ തന്നെ ഡിവോഴ്സ് ആയിട്ടുള്ള ആളാണ്. അതായത് അമ്മൂമ്മയുടെ കല്യാണം ഒരു 1955 60-കളിലൊക്കെ ആയിരിക്കും. എനിക്ക് 69-ലാണ് എൻ്റെ അമ്മയൊക്കെ ജനിച്ചത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അമ്മ ജനിച്ച് അമ്മ ഒരു 3-ലോ 4-ലോ പഠിക്കുമ്പോൾ തന്നെ അമ്മൂമ്മ ഡിവോഴ്സായി. അപ്പോൾ അമ്മൂമ്മ ഒരു ഡിവോഴ്സ് ആയിട്ടുള്ള ആളാണ്. പിന്നെ എൻ്റെ അമ്മ എന്ന് പറയുന്നത് അമ്മയ്ക്ക് അന്നത്തെ കാലത്ത് കുറേ 28 വയസ്സിൽ അമ്മ കല്യാണം കഴിച്ചേ. സാധാരണ ഒരു സൗന്ദര്യ സങ്കല്പങ്ങൾ അന്നത്തെ കാലത്തുള്ള അതിനോടൊന്നും മാച്ച് അല്ലായിരുന്നു എൻ്റെ അമ്മ. പിന്നെ അതുപോലെ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിൽ നിന്നല്ല. പിന്നെ അമ്മയും അമ്മൂമ്മയും മാത്രമുള്ള ഒരു കുടുംബമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് കല്യാണം കഴിച്ച് വീട്ടിൽ തന്നെ നിൽക്കാൻ പറ്റുന്ന ഒരാൾ വേണം എന്നുള്ളൊരു ഡിമാൻഡിൽ കല്യാണം ഇങ്ങനെ ആലോചിച്ച് വന്നപ്പം അങ്ങനെ കല്യാണം ഒന്നും നടന്നില്ല. പിന്നെ അവസാനം ഒരു കല്യാണം വന്നത് അത് ഭയങ്കര ഫ്ലോപ്പായിരുന്നു. അതൊരു വിവാഹ തട്ടിപ്പുകാരനായിരുന്നു കല്യാണം കഴിച്ചത്. അപ്പം ഞാൻ അമ്മയെ കല്യാണം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ അമ്മയ്ക്ക് മനസ്സിലായി ഇയാളൊരു എന്തോ ഒരു തട്ടിപ്പാണെന്ന്. അങ്ങനെ പിന്നെ അമ്മ അന്വേഷിച്ചൊക്കെ കണ്ടപ്പോൾ ഇയാൾക്ക് കുറേ ഭാര്യമാരും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പോലീസ് കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തു. ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ അയാൾ ഇതുപോലെയുള്ള ഇപ്പം എൻ്റെ വീട് ഇരിട്ടിയിലാണ്. ഇരിട്ടിയിൽ തന്നെ വേറൊരു സ്ഥലത്ത് ഇയാൾക്ക് ഒരു ഭാര്യയും മകളും ഉണ്ട് ഇതുപോലെ തന്നെ. എന്നെക്കാളും ഇളയ കൊച്ചാണ്. ഞാൻ ആ കൊച്ചിനെ കണ്ടിട്ടുണ്ട്. അപ്പം അവരുടെ എന്ന് പറഞ്ഞാൽ അയാൾക്കെന്ന് പറഞ്ഞാൽ ഇതുപോലെ പാവപ്പെട്ട ഫാമിലികളിൽ, പെണ്ണുങ്ങൾ മാത്രമുള്ള ഫാമിലികളിൽ പോയിട്ട്, സാമ്പത്തിക ഭദ്രത കുറവുള്ള ഫാമിലിയിൽ പോയിട്ട് കല്യാണം കഴിക്കും. എന്നിട്ട് അവിടുന്ന് കുറച്ചൊക്കെ സ്വർണ്ണമൊക്കെ ഉണ്ടാവില്ല, 1-2 പവൻ സ്വർണ്ണമോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും സ്വത്തൊക്കെ അടിച്ചു മാറ്റുക, പിന്നെ ലൈംഗിക സുഖം, ഇതൊക്കെ ആയിരിക്കാം. അങ്ങനെ പുള്ളി ഒരു ഉടായിപ്പായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പം പോലീസിലൊക്കെ അമ്മ അന്ന് കംപ്ലൈൻറ്റ് ചെയ്തു. അമ്മ അന്ന് മിനിസ്റ്റർക്കും കളക്ടർക്കും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ കാലത്ത് എന്താ പറയുക, ഒന്ന് സ്ട്രോങ് അല്ലാത്തത് കൊണ്ട്, അതായത് അയാൾക്ക് കുറച്ച് ഇൻഫ്ലുവൻസ് ഉള്ള ആളായിരുന്നു. അങ്ങനെ അയാളതൊക്കെ രക്ഷപ്പെട്ടു.
അങ്ങനെ അയാളിപ്പോൾ എവിടെയുള്ളതെന്നൊന്നും അറിയത്തില്ല. എനിക്ക് 41 ദിവസം പ്രായമായപ്പം 41 ദിവസം പ്രായമായപ്പം പുള്ളീനെ പോലീസിൽ എൻ്റെ വീട്ടുകാർ അമ്മയൊക്കെ പിടിച്ചു കൊടുത്താണ്. ഞാനതുകൊണ്ട് പുള്ളീനെ കണ്ടിട്ടൊന്നുമില്ല. പുള്ളി അങ്ങനെ പോയി? പുള്ളി അങ്ങനെ അമ്മ പോലീസ് പിടിച്ചു കൊടുത്തതാണ്. അപ്പോൾ രാത്രിയിലാണ് പോലീസ് പിടിച്ചു കൊടുത്തത്. അപ്പം പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അമ്മയും അമ്മയും കൂടെ എന്നെ എടുത്ത് ചെറിയ കൈക്കുഞ്ഞിനെയും കൊണ്ട് സ്റ്റേഷനിൽ ചെന്നപ്പം അവിടെ അയാൾ ഉണ്ടായിട്ടില്ല. അയാൾക്ക് എന്തൊക്കെ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോയി. അങ്ങനെ പിന്നെ ഞാൻ ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ അമ്മൂമ്മയൊക്കെ പറഞ്ഞു കേട്ട സ്റ്റോറിയാണ്. അമ്മ അധികം സ്റ്റോറി ഒന്നും എന്നോട് പറയാറില്ല. എൻ്റെ അമ്മൂമ്മയുടെ കൂടെയാണ് അമ്മ ജോലിക്ക് വന്നുകൊണ്ട് അമ്മൂമ്മയാണ് വീട്ടിലുണ്ടാവുന്നത്. അപ്പം അമ്മൂമ്മ ഇങ്ങനെ പറഞ്ഞ് കേട്ട കഥകളാണ് ഇതൊക്കെ. അതുകൊണ്ടായിരിക്കാം കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ അച്ഛൻ എന്ന് പറയുന്ന ഒരാളല്ല, ഒരുപക്ഷെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഹീറോ എപ്പോഴും അച്ഛനാണ്. എനിക്കറിയത്തില്ല, എനിക്ക് അങ്ങനെ ഒരു അച്ഛൻ എന്ന് പറയുന്നത് ഈ ഇടയ്ക്ക് ഏതോ ഒരു സിനിമയിൽ ഞാൻ കണ്ടു. ഏത് സിനിമയെന്ന് എനിക്ക് ഓർമ്മയില്ല. അതിനകത്ത് അച്ഛനില്ലാത്ത അച്ഛൻ എന്ന് പറയുന്ന ആ ഒരു വികാരം സിനിമയിലെന്ന് തോന്നുന്നു. ഏതോ ഒരു ഇന്റർവ്യൂവില് രേഖയുടെ ഹിന്ദി നടി രേഖയുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടു. അപ്പോൾ അവർ പറയുന്നുണ്ട് അവർക്ക് അച്ഛൻ എന്ന് പറയുന്ന ആ ഒരു എന്താ വികാരം അറിയത്തില്ലെന്ന്. കാരണം അവരുടെ അച്ഛൻ എന്തോ ചെറുപ്പത്തിൽ മരിച്ചു പോയതോ എന്തോ, അച്ഛൻ വേറെ കല്യാണം കഴിച്ചതോ അങ്ങനെ എന്തോ ആണ്. അപ്പൊ അതുപോലെ എനിക്കും ഈ അച്ഛൻ എന്ന് പറയുന്ന അതിന്റെ വികാരം എനിക്ക് എന്താണെന്ന് അറിയില്ല. ഒരു പക്ഷെ അരക്ഷിതമായ ഒരു ബാല്യമായിരുന്നു ശ്രീലക്ഷ്മി എന്ന ആളിനെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. അരക്ഷിതമായിട്ടുള്ള ബാല്യമാണെന്ന് അറിയത്തില്ല. കാരണം അമ്മയും ഉണ്ടല്ലോ നമുക്ക്. പിന്നെ ചുറ്റുപാടും കുടുംബക്കാരും ഒക്കെ ഉണ്ട്. സാമ്പത്തിക ഭദ്രത ഭയങ്കര കുറവായിരുന്നു. അത് ഭയങ്കര ഇപ്പോൾ വിശപ്പ്, അതുപോലെ തന്നെ ഫുഡൊന്നും ഇല്ലാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ കുറെ പട്ടിണി, അങ്ങനത്തെ ദാരിദ്ര്യം ഉണ്ടായിരുന്നു. അല്ലാതെ അരക്ഷിതാവസ്ഥ അങ്ങനെ പൈസ ഇല്ലായിരുന്നു. പിന്നെ അമ്മ എപ്പോഴും റോൾ ചെയ്ത് എപ്പോഴും ഇങ്ങനെ കടം അതൊക്കെ കേട്ട് സാമ്പത്തിക ഭദ്രത ഒട്ടും ഇല്ലായിരുന്നു. പിന്നെ അമ്മ എപ്പോഴും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു, അമ്മയ്ക്ക് അസുഖം, അമ്മൂമ്മയ്ക്ക് അസുഖം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അല്ലാതെ അരക്ഷിതാവസ്ഥ അങ്ങനെ ഇല്ലായിരുന്നു. അരക്ഷിതാവസ്ഥ എന്ന് പറയുമ്പോൾ സാമ്പത്തികമായ ഭദ്രതയില്ല. പലപ്പോഴും വിശപ്പ് എന്താണെന്ന് കൃത്യമായി അറിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അക്കാലഘട്ടത്തിൽ ഒരു കുട്ടിക്കും ഇപ്പം ഞാൻ നോക്കുമ്പോൾ ശരിക്കും ശ്രീലക്ഷ്മിക്ക് 27 വയസ്സ് മാത്രമാണ് പ്രായം. ആ കാലഘട്ടങ്ങളിൽ ഏറെക്കുറെ എല്ലായിടത്തും ഒരു വലിയ വികസനത്തിന്റെ അല്ലെങ്കിൽ സാമ്പത്തികമായ പല വീടുകളും ഭദ്രതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. മിക്കവാറും എല്ലാവരും സർക്കാർ ജോലികളും സാധാ ജോലികളാണെങ്കിൽ പോലും അത്യാവശ്യം വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ശ്രീലക്ഷ്മിയുടെ ഒരു ബാല്യം കഴിഞ്ഞു പോയത്. എന്നിട്ടും പട്ടിണിയിലേക്ക് അനുഭവിക്കുമ്പോൾ അതിൻ്റെ ഒരു തീക്ഷ്ണത എത്രത്തോളമായി? അതായത് നമുക്ക് പട്ടിണി എന്നുള്ളതിനേക്കാളുപരി ഈ എന്താ പറയുക, നമുക്ക് വേണ്ട സാധനങ്ങളൊന്നും കിട്ടാതിരിക്കുക. അതായത് ഇപ്പം നമ്മൾ ഇപ്പം എൻ്റെ സാമ്പത്തിക ഭദ്രത കുറവെന്ന് പറയാനുള്ള കാരണം ഞങ്ങളുടെ ഇരിട്ടി എന്ന് പറഞ്ഞ ഒരു കുടിയേറ്റ കർഷക മേഖലയാണ്. എല്ലാവരും കോട്ടയത്ത് നിന്ന് വന്ന് കുടിയേറി പാർക്കുക. അതുപോലെ തന്നെ അവിടെ മറ്റേ കുരുമുളക്, കപ്പലണ്ടി, അങ്ങനത്തെ കൃഷികളൊക്കെ ചെയ്ത്, കൃഷികളാണ് അവിടുത്തെ മെയിനായിട്ടുള്ള അവിടെ ചെയ്യുന്നത്. അപ്പം കൃഷികൾ ചെയ്തും അതുപോലെ തന്നെ ആണുങ്ങൾ ബാക്കിയുള്ള ജോലിക്കൊക്കെ പോയും ആണ് വീട്ടിലേക്കുള്ള പൈസ സമ്പാദിക്കുന്നത്. അപ്പം എൻ്റെ അമ്മയ്ക്ക് കൂലിപ്പണിക്ക് പോയിട്ട് അങ്ങനെ, അപ്പം ബാക്കിയുള്ള ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്ന അത്രയും എനിക്ക് വീട്ടിൽ ഡിമാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഇപ്പോൾ വഴി കൂടെ പോകുമ്പോൾ നമുക്കൊരു ബലൂണ് വേണം, ഒരു 5 രൂപയേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതന്നേ ഞാൻ ഡിമാൻഡ് ചെയ്യൂല. അമ്മ എപ്പോഴും പറയും നീ എൻ്റെ അവസ്ഥയൊക്കെ കണ്ടറിഞ്ഞ് വളർന്നു വന്ന ആളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ 2 രൂപയുടെ കടലമുട്ടായി ആയിരിക്കും, അത് നമ്മൾ ഡിമാൻഡ് ചെയ്യൂല. ഞാൻ ഇപ്പോഴും എൻ്റെ അമ്മേനോട് ഒന്നും ചോദിക്കാറില്ല. എല്ലാ സാധനവും ഞാൻ സ്വന്തമായിട്ട്, ഇപ്പോൾ മൊബൈൽ വേണം, ലാപ്ടോപ്പ് വേണം, എല്ലാം ഞാൻ സ്വന്തമായിട്ട് എങ്ങനെയും കഷ്ടപ്പെട്ട് പണിയെടുത്ത് അങ്ങനെ ഉണ്ടാക്കുകയും ചെയ്തു. ഞാൻ വീട്ടുകാരോടൊന്നും ഇപ്പോഴും ചോദിക്കാറില്ല, അന്നും ചോദിക്കാറില്ല. അപ്പം അമ്മ പണ്ടേ പറയും, അതായത് ഞാനൊന്നും അന്നേ ചോദിക്കാറില്ല, ഒരു കാര്യം ഡിമാൻഡ് ചെയ്യാറില്ല. അപ്പോഴേ ഉണ്ട് എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതാണ്, അത് വളരെ കുറച്ചുള്ള അത് അങ്ങനെയുള്ള ആ ഒരു സംഭവം. അതായത് ബാക്കിയുള്ള കുട്ടികൾക്ക് അത്രയും നമുക്കുണ്ടാവില്ല. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്കൂൾ തുറക്കുമ്പം എൻ്റെ അമ്മ എനിക്ക് പുതിയ യൂണിഫോം ഇല്ലാത്തതുകൊണ്ട് കരയുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ബാക്കി എല്ലാ പിള്ളേരും യൂണിഫോമിന് വേണ്ടി. അപ്പം അതൊക്കെ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ. അപ്പം എനിക്ക് പക്ഷെ പഴയ യൂണിഫോം ഇട്ട് പോകാൻ കുഴപ്പമൊന്നുമില്ല, എനിക്കത് എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല. അത് എനിക്ക് പുതിയ യൂണിഫോം വേണമെന്നില്ല. പക്ഷെ അമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര, എൻ്റെ കൊച്ചിന് യൂണിഫോം ഇല്ല. അതെ അത് എൻ്റെ അമ്മൂമ്മ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ് അമ്മയ്ക്ക് പൈസ ഇല്ല, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിക്കണം എന്ന് അമ്മൂമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ അമ്മൂമ്മയാണ് എൻ്റെ ജീവിതത്തിലെ എന്താ പറയുക ഒരു മോറൽ പ്രിൻസിപ്പളിന് അടിസ്ഥാനമായിട്ട് ഇട്ട ആൾ. അപ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടി ചോദിച്ചു. ഒരു പക്ഷേ ഈ നമുക്ക് ഇപ്പോൾ ഞാൻ അരക്ഷിതാവസ്ഥയെന്ന് എടുത്ത് ചോദിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ചൈൽഡ് അബ്യൂസുകൾ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിന് മാറ്റം വന്നു, പുതിയ കേസുകൾ നിലവിൽ വന്നു, മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും ഒക്കെ വളരെയധികം പ്രസക്തമായി നമ്മുടെ നിത്യജീവിതത്തിൽ. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അതിന് മുമ്പുള്ള ഒരു കാലമുണ്ട്, ഈ മാധ്യമത്തിൻ്റെ കാലമൊന്നും മാധ്യമങ്ങൾക്കപ്പുറമുള്ള കാലം എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു.
ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ശ്രീലക്ഷ്മിയുടെ ഒക്കെ ഒരു ബാല്യം ആ ഒരു മാധ്യമങ്ങൾ അധികം ഇല്ലാത്ത ഒരു കാലഘട്ടം ആയിരുന്നു. ആ കാലഘട്ടങ്ങളിൽ പോലും പോക്സോ കേസുകൾക്ക് സമാനമായ ചൈൽഡ് അബ്യൂസുകൾ നടന്നിട്ടുള്ള ഒരു കാലം കൂടിയായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള വെളിപ്പെടാതെ പോയ കേസുകൾ ഒരുപക്ഷെ ശ്രീലക്ഷ്മിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത്, ആ രീതിയിലാണ് ഞാൻ ചോദിച്ചത്. ചൈൽഡ് അബ്യൂസുകൾ അങ്ങനെ ഇത് എല്ലാവരും എന്നോട് തെറ്റിദ്ധരിച്ച് ചോദിക്കുന്ന കാര്യമാണ്. എനിക്ക് സത്യം പറഞ്ഞ ഒരു ചൈൽഡ് അബ്യൂസും ഉണ്ടായിട്ടില്ല. ഒരു ചൈൽഡ് അബ്യൂസും ഉണ്ടായിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിൽ ആണുങ്ങളില്ലാത്തതുകൊണ്ട് എനിക്ക് ആണുങ്ങളെ കാണുന്നത് തന്നെ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ആണുങ്ങളുടെ അടുത്ത് ഭയങ്കര പേടിയാ. എനിക്ക് ആണുങ്ങളുടെ അടുത്ത് ഞാൻ പോവുകയില്ല. എൻ്റെ കസിൻ്റെ വീട് എൻ്റെ വീടിൻ്റെ തൊട്ട് കുറച്ച് മേളിലോ, അതായത് ഒരു മിനിറ്റ് പോലും നടക്കണ്ട, അത്ര അടുത്ത. പക്ഷെ അവളുടെ അച്ഛനാണായതുകൊണ്ട് എനിക്ക് അവളുടെ അച്ഛനെ ഭയങ്കര പേടിയായിരുന്നു. അവളുടെ അച്ഛൻ അവിടെ ഉള്ളപ്പോൾ ഞാൻ പോകില്ലായിരുന്നു. എനിക്ക് ആണുങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മൂമ്മ ഈ കഥയൊക്കെ പറഞ്ഞു തന്നുകൊണ്ടായിരിക്കാം എനിക്ക് ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ഒരു ആണുങ്ങളുടെ അടുത്തും പോകില്ലായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ പിന്നെ എപ്പോഴും ഞാൻ എൻ്റെ അമ്മൂമ്മയുടെ കൂടെ ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് ചൈൽഡ് അബ്യൂസ് അങ്ങനെ ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ല. പിന്നെ മാത്രമല്ല, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു തന്നെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇതുപോലെ അമ്മയുടെ ചെറുപ്പത്തിൽ കുറേ ചൈൽഡ് അബ്യൂസ് അവരുടെ ഫാമിലിയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. അയാളിപ്പം മരിച്ചൊക്കെ പോയി. അപ്പോൾ അമ്മയുടെ അമ്മമാരോ അങ്ങനെ അവർ ആരിൽ നിന്നൊക്കെ ചൈൽഡ് അബ്യൂസ് അമ്മയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അമ്മയ്ക്കും അമ്മയുടെ ചേച്ചിമാർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉണ്ടായി കഴിഞ്ഞപ്പം എൻ്റെ കൊച്ചിന് അങ്ങനെ ഉണ്ടാവരുതെന്ന് പറഞ്ഞ് എന്തോ നല്ല ഇന്റൻഷൻ അത് അമ്മ ബോധ്യം ഉണ്ടായിരുന്നു അമ്മയ്ക്ക് എൻ്റെ കൊച്ചിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുതെന്ന്. അപ്പോൾ എനിക്കങ്ങനെ സത്യം പറഞ്ഞാൽ ഒരു അബ്യൂസും നേരിടേണ്ടി വന്നിട്ടില്ല. ഭാഗ്യം. അത് കാരണം എന്താ വെച്ചാൽ എൻ്റെ കൂടെയുള്ള ആൾക്കാരും കുറേ ആൾക്കാർ ഇപ്പോഴും പറയാറുണ്ട്, കുറേ ആൾക്കാർക്ക് ചൈൽഡ് അബ്യൂസ്. ഇപ്പം ഈ ഇടയ്ക്കും കൂടെ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു അവനെ ഒരാൾ ഇങ്ങനെ മുട്ടായി മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞു കൊണ്ടുപോയിട്ട് എന്തൊക്കെയോ ചെയ്തെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കങ്ങനെ ഒരു അബ്യൂസും ഇതുവരെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അതെനിക്ക് എന്തോ ഭാഗ്യമായിട്ട് തോന്നുന്നു. പക്ഷേ ശ്രീലക്ഷ്മി കണ്ട ആണുങ്ങളോടുള്ള ആ ഭയം പിന്നീട് വളർന്ന് അതൊരു വിരോധത്തിലേക്ക് എത്തിയ? ഇല്ല, വിരോധത്തിലേക്കൊന്നും എത്തിയില്ല. അതെല്ലാവരും ഇങ്ങനെ ചുമ്മാ അങ്ങനെ വിചാരിക്കുന്നത് ആണുങ്ങളോട് വിരോധമാണെന്നൊക്കെ. എനിക്ക് ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ തന്നെ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ഫുൾ ടൈം ആൺപിള്ളേരുടെ കൂടെയാണ് നടക്കുന്നത് കാണുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പം ഞാൻ BEd പഠിക്കുന്ന സമയത്തും ഇപ്പോൾ ഒരു 45 പെൺപിള്ളേരും 50 പേരുള്ള ക്ലാസ്സിൽ 45ഓളം പെൺപിള്ളേരും 5 പേരോളം ആൺപിള്ളേരും ഉണ്ടാവുള്ളൂ. ഞാൻ ആ 5 പേരുടെ കൂടിയാണ് ഇരുന്നിട്ടുള്ളത്. അതുപോലെ ഇപ്പോഴും ഞാൻ എൻ്റെ ക്ലാസ്സിൽ എൻ്റെ ഇപ്പുറത്തും ആൺകുട്ടികളാണ്. ശ്രീനാഥ് എന്ന് പറയുന്ന 2 ആൺകുട്ടികൾ. ഞാൻ ആൺകുട്ടികളുടെ കൂടെ ഇരിക്കുകയുള്ളൂ. ആൺകുട്ടികളുടെ കൂടെയാണ് എല്ലായിടത്തും കറങ്ങാൻ പോകുന്നത്. എന്നെ എവിടെ നോക്കിയാലും ഞാൻ ആൺകുട്ടികളുടെ നടുക്കായിരിക്കും കാണാൻ പറ്റുന്നത്. എനിക്ക് ആണുങ്ങളോട് ഒരു വിരോധമില്ല. ആണുങ്ങളാണ് എൻ്റെ കൂടുതലായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ. എനിക്ക് പെൺ സുഹൃത്തുക്കൾ വളരെ കുറവെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. പക്ഷെ ആണുങ്ങൾ പിന്നെ കുറച്ചുകൂടെ സുഹൃത്തുക്കൾ കൂടുതലുണ്ട്. പക്ഷെ വിരോധിക്കുന്നതല്ല ആണുങ്ങളാണല്ലോ ശ്രീലക്ഷ്മിക്കെതിരെ. ശ്രീലക്ഷ്മിക്കെതിരെ പടവാളെടുക്കുന്നതും ശ്രീലക്ഷ്മിക്കെതിരെ കമന്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കമന്റ് രേഖപ്പെടുത്തുന്നതും കൂടുതൽ ആണുങ്ങൾ തന്നെയാണ്. എന്താ അങ്ങനെ ഒരു തലത്തിലേക്ക് ശ്രീലക്ഷ്മി മാറാനുള്ള കാരണം എന്താണ്? എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ എനിക്ക് ഫേസ്ബുക്കിലൊക്കെ ഈ അബ്യൂസൊക്കെ വരാൻ തുടങ്ങിയത് ഞാൻ പബ്ലിക്കായിട്ട് സെക്സിനെ പറ്റി മാസ്റ്റർബേഷനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോഴാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് അതൊന്നും പറയുന്നത്, അതായത് ഒരു സ്ത്രീ സെക്സിനെ പറ്റി മാസ്റ്റർബേഷനെ പറ്റി ഒന്നും പറയുന്നത് ഇവിടുത്തെ സമൂഹത്തിലുള്ള ആണുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആണുങ്ങൾക്ക് മാത്രമല്ല, ഒരു കുറേ പെണ്ണുങ്ങൾക്കും കുറേ ആർക്കാണെങ്കിലും അത് കുറേ ഇഷ്ടപ്പെടത്തില്ല. ഇപ്പോൾ എനിക്ക് മാത്രമല്ല, ഈ വേറെ യൂട്യൂബേഴ്സൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഈ അസ്ലാം മാർലി അവരൊക്കെ വലിയ യൂട്യൂബേഴ്സായി, വലിയ ഫേമസ് ആയി. പക്ഷേ അവർക്കും ഇതുപോലെ തന്നെ ഒത്തിരി തെറിവിളികൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവർ ഈ ഇടയ്ക്ക് എന്തോ ഇൻ്റർവ്യൂ പറയുന്നുണ്ടായിരുന്നു. അവർ ബ്യൂട്ടി വ്ളോഗും ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവർ ആ ബ്യൂട്ടി വ്ളോഗ് ചെയ്യുന്നതുകൊണ്ടല്ല, പക്ഷേ ഈ മാസ്റ്റർബേഷനെ പറ്റിയും സെക്സിനെ പറ്റിയൊക്കെ അവർക്ക് സെക്സ് എഡ്യൂക്കേഷൻ എന്തോ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. അപ്പം അത് അവർ പറഞ്ഞുകൊണ്ടാണ് തെറി കേൾക്കുന്നത്. അതിപ്പം എനിക്ക് കിട്ടുന്നതല്ല, അതിപ്പം സെക്സിനെ പറ്റിയും മാസ്റ്റർബേഷനെ പറ്റിയും പറയുന്ന ഏത് പെണ്ണുങ്ങൾക്കാണേലും കിട്ടുന്ന ആ ഒരു തെറിവിളിയും അതും. പിന്നെ ഞാൻ എനിക്കൊരു ഗിഫ്റ്റ് വന്നു, അത് അൺബോക്സ് ചെയ്തു. അപ്പം അത് എനിക്ക് ആ ഗിഫ്റ്റ് അതിനകത്ത് എന്താന്ന് പോലും സത്യമായിട്ടും അറിയത്തില്ലായിരുന്നു. എനിക്കൊരു വാലന്റൈൻസ് ഡേക്ക് ഞാൻ ഭയങ്കര ഇങ്ങനെ ഫാന്റസികളുള്ള ഭയങ്കര സ്വപ്നം കാണുന്ന, എനിക്ക് എൻ്റെ പ്രണയത്തെ പറ്റിയൊക്കെ ഭയങ്കര സ്വപ്നം കാണുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ജീവിതത്തിൽ വാലന്റൈൻസ് ഡേക്ക് ഒരു ഗിഫ്റ്റ് കിട്ടി. അപ്പോൾ എനിക്കത് ആരാഴ്ചയെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് അൺബോക്സ് ചെയ്തപ്പോൾ അത് വൈബ്രേറ്റർ ആയി പോയതാണ്. അതുകൊണ്ട് അതൊക്കെ സ്ത്രീകൾ സ്വന്തം സെക്സിനെ പറ്റി, സെക്ഷൽ താല്പര്യങ്ങളെ പറ്റിയൊക്കെ തുറന്നു പറയുന്നത് ഇവിടുത്തെ പുരുഷന്മാരെ എന്തോ പേടിപ്പിക്കുന്നുണ്ട്. അത് ഇവിടുത്തെ മാത്രമല്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പുരുഷന്മാർക്കൊരു ഈ സ്ത്രീകൾ സെക്സിനെ കുറിച്ചും മാസ്റ്റർബേഷനെ കുറിച്ച് പറയുമ്പോൾ ആണുങ്ങൾ ഇത്രത്തോളം രോഷാകുലരാകുന്നത്? ഒരു പക്ഷേ സദാചാരത്തിന്റെ പ്രശ്നമല്ലേ? അത് സദാചാരത്തിന്റെ ചെയ്യാൻ പാടില്ല എന്നൊരു
അത് ഈ സമൂഹം അങ്ങനെയാണ്. അതായത് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ അടിച്ചമർത്താൻ പറ്റുന്ന ഒരു ടൂളാണ് സെക്സ് എന്ന്. ഇപ്പം നമ്മളിപ്പം ഒരു പെണ്ണിനെ മാക്സിമം ആയിട്ട് മോശപ്പെട്ടവളായിട്ട് ചിത്രീകരിക്കുക എന്ന് പറഞ്ഞാൽ അവൾ ആരോടെങ്കിലും പോയി, അല്ലെങ്കിൽ അവളൊരു വൃത്തികെട്ട ഒരാളാണ്, ഒരു സ്ലട്ടാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതാണ് ഏറ്റവും മാക്സിമം. ഒരു എല്ലാ പെണ്ണുകളും പെൺകുട്ടികളും നല്ലൊരു സ്വഭാവം, നല്ല പേരുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ സമൂഹത്തിൽ നടക്കുന്നത്. അപ്പോൾ ആ ഒരു സെക്സിനെ പറ്റി പറയുന്ന ഒരാളെന്ന് പറയുമ്പോൾ, ഒരു സെക്സിനെ പറ്റി തുറന്ന് സംസാരിക്കുന്ന പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ അവരെ അബ്യൂസ് ചെയ്യാൻ വേണ്ടി വേറെ അത് കഴിഞ്ഞ് വേറൊന്നുമില്ല. ഇപ്പം ഞാൻ സെക്സിനെ പറ്റി പറയുവാണെങ്കിൽ എന്നെ മാക്സിമം സെക്സ് എന്ന് പറഞ്ഞ് സെക്ഷുവലായിട്ട് എന്നെ അബ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതിൽ കൂടുതലൊന്നും പറ്റത്തില്ല. വേറെ എന്ത് പറഞ്ഞ ഒരു പെണ്ണെ തളർത്താൻ പറ്റും. അപ്പോൾ പെണ്ണുങ്ങൾ അതിനെപ്പറ്റി പറയാൻ വേണ്ടി തുടങ്ങുവാണെങ്കിൽ അത് ഇനി അവരെ ഒന്നും ചെയ്ത് അബ്യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ഭയമായിരിക്കും. എന്തോ പെണ്ണുങ്ങൾ സെക്സ് പറയുന്നത് ആണുങ്ങൾക്ക് പേടിയാണ്. പക്ഷെ അത് അവർ വിചാരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുമ്പം നല്ല രീതിയിൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാവുകയല്ലേ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഇവിടുത്തെ അല്ല, പുറത്തൊക്കെ കുറേ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള സ്റ്റാൻഡപ്പ് കോമഡീസും ഒക്കെ ഉണ്ട്. അതൊക്കെ ഫീമെയിൽസ് അവരുടെ സെക്ഷുവാലിറ്റിനെ പറ്റിയിട്ടും അതുപോലെ സെക്സിനെ പറ്റിയിട്ടും മാസ്റ്റർബേഷൻ ഇങ്ങനെയുള്ള എല്ലാ സെക്സുമായി റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നുണ്ട്. അത് ഇവിടെ ഒന്നും അങ്ങനെ ആരും അധികം പറയാറില്ല സ്റ്റാൻഡപ്പ് കോമഡിയിലൊന്നും. പക്ഷെ നമുക്ക് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഇൻസൈറ്റ് ഉണ്ടാവുകയാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ പുരുഷൻ ഓരോ ഓർഗാസം ഉണ്ടാവുള്ളൂ, സ്ത്രീക്ക് മൾട്ടിപ്പിൾ ഓർഗാസം ഉണ്ടാവും. ഇത് നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇത് ആരോ പറഞ്ഞപ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. പുരുഷന്മാർക്കും അത് അപ്പോഴല്ലേ മനസ്സിലാവുന്നത്. ആരെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി പറയുവാണല്ലേ മനസ്സിലാവുള്ളൂ. ഞാൻ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേറ്ററാണ്. ഞാൻ ഇപ്പം BEd കഴിഞ്ഞു, MEd ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു ടീച്ചറാണ്. എനിക്ക് ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ, എനിക്കറിയുന്ന കാര്യം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇഷ്ടം. അത് പണ്ടോട്ടും അങ്ങനെയാണ്. ഞാൻ എനിക്കറിയുന്ന കാര്യം ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം എനിക്കറിയുന്ന ഒരു കാര്യം അത് ബാക്കിയുള്ളവർക്ക് അറിയാത്തൊരു കാര്യമാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കും. അത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. പക്ഷെ അതിവിടുത്തെ ഉള്ള ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതിനകത്ത് വേറൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. അതായത് ഇവിടെ പുരുഷന്മാർ അധികം ഇത്തരത്തിൽ സെക്സുകൾ പറയാറില്ല. ഈ പറയുന്ന ബോധവൽക്കരണത്തിന് പോലും പുരുഷന്മാർ മുതിരാറില്ല. അങ്ങനെ ഒരു വീഡിയോ പോലും ഞാൻ ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ പല ഇത് കാണുന്നതിൽ പലരും പലതരത്തിൽ അവരുടെ ഫുഡ് എക്സ്പ്ലോറിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവരുടെ വീഡിയോകളും പിന്നെ അവരുടെ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നിരവധി ശാഖകളായി പിരിഞ്ഞു കിടക്കുന്ന സമയത്ത് പോലും ഒരിക്കൽ പോലും പുരുഷന്മാർ പറയാത്ത ഒരു കാര്യം, സെക്സ് എന്ന് പറയുന്നൊരു കാര്യം, അതിൽ എന്തിന് സ്ത്രീകൾ ഇടപെടണം? അത് പുരുഷന്മാർ മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ലോ സെക്സ്. അല്ല, തീർച്ചയായിട്ടും അല്ല. പക്ഷെ എന്തിന് ഇടപെടണം? അല്ല, അത് സ്ത്രീകൾ പറഞ്ഞോണ്ട് എന്താ കുഴപ്പം? എന്താ ഞാൻ ചോദിക്കട്ടെ, സെക്സ് ആണെങ്കിലും മാസ്റ്റർബേഷൻ ആയാലും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒരുപോലെ ചെയ്യുന്നതാണ്. അതെ അതെ. ഇത് പക്ഷെ ഒരാണും തുറന്നു പറയുന്നില്ല. ആ സാഹചര്യത്തിൽ സ്ത്രീകൾ എന്തിനു തുറന്നു പറയണം? ആണുങ്ങൾ തുറന്നു പറയണം. ഈ ഒരു സെക്സ് ആണെങ്കിലും മാസ്റ്റർബേഷൻ ആണെങ്കിലും ഏറ്റവും നമ്മുടെ ശാരീരിക അവസ്ഥകളുമായി വളരെയധികം അടുത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കായിട്ട് പറയാൻ മടിയുള്ള കാര്യങ്ങളാണ് ഈ സെക്സുമായി റിലേറ്റ് ചെയ്ത രോഗങ്ങൾ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ സെക്സുമായി. ഇപ്പോൾ സെക്ഷൽ പ്ലഷർ ഒരു ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനുഷ്യന്മാരുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നേച്ചറും അല്ലെങ്കിൽ നമ്മുടെ ഒരു എവല്യൂഷനും നമ്മുടെ ഒരു ഈ മനുഷ്യ പരമ്പര നിലനിൽക്കുന്നത് സെക്സിലല്ല, പ്രണയം എന്ന് പറയുന്ന സാധനത്തിലാണ്. ഈ പ്രണയം ആകുമ്പോഴാണ് നമ്മൾ ഈ വിവാഹവും അതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ പ്രണയത്തിൻ്റെ ഒരു കമ്പോണൻ്റ് ആണ് ചില ആൾക്കാർക്ക്, അസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യം എനിക്ക് അത്രയധികം അറിയില്ല. പക്ഷെ കുറേ ആൾക്കാർക്ക് സെക്സ് എന്ന് പറയുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ തുറന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് വന്നെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഈ സെക്സിനെ പറ്റി ഒരു അവബോധമില്ല. അപ്പോൾ നമുക്കത് പുറത്തേക്ക് പറയാൻ വേണ്ടി മടിയായിരിക്കും. ഇപ്പം ഒത്തിരി ആൾക്കാർ അതുപോലെ റിലേഷൻഷിപ്പിൽ ഒരു പ്രോബ്ലം വന്നു, ഇപ്പം ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ വന്നു. അപ്പം അത് നമുക്ക് തുറന്ന് പറയാൻ വേണ്ടി ഒരാളുണ്ടാവണം. എന്നോട് എത്രയോ പുരുഷന്മാർ അവർക്ക് മാരേജിന് അപ്പുറത്തുള്ള വേറെ റിലേഷൻഷിപ്പിനെ പറ്റി എന്നോട് ഒന്ന് തുറന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അതുപോലെ ഒരുപാട് ആൾക്കാർ, കുറേ പെണ്ണുങ്ങൾ അവർക്കുള്ള കുറേ രോഗങ്ങൾ അതിനെപ്പറ്റിയൊക്കെ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതെവിടെ കിട്ടും, ഇതിന് ചികിത്സ, അതുപോലെ ഈ ഇതുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സിൻ്റെ നമ്പേഴ്സ് ഉണ്ടോ, അങ്ങനെയൊക്കെ ചെന്ന് ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് ഇപ്പം ഇങ്ങനെ ഒരാൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ച ഇല്ലെങ്കിൽ അവരെവിടെ പോയി ചോദിക്കും? അത് എന്താ പറയുക, ഭയങ്കര എല്ലാ കാര്യം ഇത് സെക്സിനെ അത്ര വലിയ പാപമായിട്ടോ ഇത് വേറെന്തോ സംഭവമായിട്ട് കാണേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും പറയുന്ന പോലെ നോർമലായിട്ടുള്ളൊരു കാര്യം. ഇപ്പം ഞാൻ എല്ലാവരും പറയുന്നത് ഞാൻ സെക്സ് മാത്രമേ പറയുള്ളൂ. പക്ഷെ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ സെക്സ് മാത്രമൊന്നുമില്ല, ഞാനത് എല്ലാ കാര്യവും പറയാറുണ്ട്. എനിക്ക് എൻ്റെ മനസ്സിൽ തട്ടുന്ന എല്ലാ കാര്യവും പറയാറുണ്ട്. അതിലൊരു കാര്യമാണ് സെക്സ്. പക്ഷേ ആൾക്കാരുടെ മനസ്സിലേക്ക് അത് മാത്രമാണ് കുറേ കയറിയത്. അതുകൊണ്ട് അവരങ്ങനെ സെക്സ് പറയരുതെന്നൊക്കെ പറയുന്നു. സെക്സ് എന്ന് പറയുന്ന സാധനം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവരും സെക്സിനോട് താല്പര്യമുള്ളവരാണ്. ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ബേസിക് നീഡുകളിൽ ആയിട്ട് വരുന്ന ഒന്നാണ്. പക്ഷെ ഇതൊന്നും നമ്മൾ ആരും പരസ്യമായി ചെയ്യാറില്ല. അതുപോലെ സെക്സ് ടോക്കുകൾ എങ്ങും വലുതായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ടോക്കുകൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. ആ സാഹചര്യത്തിലാണ് ഇതിനൊരു പുതിയ വിപ്ലവം എന്നുള്ള നിലയിൽ അവതരിപ്പിക്കാനല്ലേ നിങ്ങൾ ശ്രമിക്കുന്നത്?
എനിക്ക് വിപ്ലവം ചെയ്യണം അങ്ങനെയൊന്നും എനിക്ക് ആഗ്രഹമില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അറിയാത്ത ഇപ്പം ഞാൻ മാസ്റ്റർബേറ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പം ഞാൻ ഇപ്പം ഞങ്ങളുടെ ഒരു ഡോക്ടറും ഞങ്ങൾ കുറേ ഫ്രണ്ട്സ് അടങ്ങുന്ന ഒരു ഗ്യാങ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വർത്തമാനം പറയുമ്പോൾ ആ ചേച്ചി ഭയങ്കര ഒരു ഫെമിനിസ്റ്റാണ്. അപ്പോൾ ആ ചേച്ചി നമ്മളോട് പറഞ്ഞു, അത് നമുക്ക് ഈ സ്ത്രീകൾക്ക് അവരുടെ വജൈന ഏരിയ അവിടെയൊക്കെ നോക്കുക, അവിടെയൊക്കെ തൊടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തോ പാപമുള്ള കാര്യം പോലെയാണ് ചെറുപ്പം തൊട്ടേ കൺസിഡർ ചെയ്ത് വരുന്നത്. അപ്പം ആ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്, സ്വന്തം വജൈന കണ്ണാടി നോക്കിയിട്ടുള്ള എത്ര പെണ്ണുങ്ങൾ ഉണ്ടാവുമായിരിക്കും. അതൊക്കെ നോക്കേണ്ട ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അവയവം അത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ബോധമില്ലാതിരിക്കുക. അപ്പോൾ അതിനെപ്പറ്റി അത് എനിക്കറിയാം കുറേ ആൾക്കാർ അതിനെപ്പറ്റി പറയാൻ മടിക്കുന്നുണ്ട്. പീരീഡ്സിനെ പറ്റി പറയാൻ പണ്ടുള്ള ആൾക്കാർക്ക് മടിയല്ലായിരുന്നു ആർത്തവവുമായി ബന്ധപ്പെട്ട്. അതിപ്പോൾ പറഞ്ഞപ്പോൾ അതിനകത്ത് എത്രമാത്രം വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ ഉണ്ടാവും, അതിനെപ്പറ്റി എല്ലാവർക്കും അവബോധം ഉണ്ടാവും. എല്ലാവർക്കും അവബോധം ഉണ്ടാകാൻ വേണ്ടിയില്ല. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതല്ലേ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പണ്ടുള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു ദൈവം ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മഴ പെയ്യുമ്പോൾ അത് മഴ പെയ്യുന്നത് ജലദേവൻ എന്ന് അവർ വിചാരിച്ചു. പക്ഷേ അതിനെപ്പറ്റി സയൻറ്റിസ്റ്റുകൾ എന്തുകൊണ്ടാണ് റിസർച്ച് ചെയ്തത്? അത് മഴ പെയ്യുന്നതിൻ്റെ കാരണം അവർ കണ്ടെത്തി. കാരണം എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്ന ആ വെള്ളം എന്ന് പറയുന്ന സാധനം നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. എനിക്ക് അറിയാത്തൊരു കാര്യമായിരുന്നു, അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് കുറേ പേർക്ക് അറിയില്ല എന്ന്. അതുകൊണ്ട് ഞാനത് ഫേസ്ബുക്കിൽ ഇട്ടു. അല്ലാതെ എനിക്കതുകൊണ്ട് വിപ്ലവം സൃഷ്ടിക്കണമെന്നോ അങ്ങനെയൊന്നും എൻ്റെ ഇൻറ്റൻഷനേ അല്ല. ഞാൻ എന്ത് ചെയ്യുമ്പോഴും അതിനെക്കൊണ്ട് വിപ്ലവം സൃഷ്ടിക്കണം എന്നുള്ള വലിയ ഇൻറ്റൻഷനൊന്നുമില്ല. പക്ഷെ ചില കാര്യങ്ങൾ ആൾക്കാർ ഒട്ടും ചെയ്യാതെ, ഇപ്പോൾ ആർത്തവ രക്തത്തിൻ്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ പക്ഷേ വളരെ ഇൻറ്റൻഷനോട് കൂടി തന്നെ ചെയ്ത കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആർത്തവ രക്തം എന്ന് പറഞ്ഞാൽ ആരും ഭയങ്കര മടിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇൻറ്റൻഷനോട് കൂടി ചെയ്ത കാര്യം. പക്ഷേ സ്വയംഭോഗത്തെ പറ്റിയുള്ള പോസ്റ്റ്, സെക്സിനെ പറ്റിയുള്ള പോസ്റ്റ് ഒന്നും ഞാനത് ഇൻറ്റൻഷനോട് കൂടി ഇട്ടതല്ല. അത് എനിക്കറിയത്തില്ലായിരുന്നു. അത് പിന്നീട് ആൾക്കാർക്ക് അറിയണം എന്നുള്ളൊരു അതായത് വിപ്ലവം അതുകൊണ്ട് സൃഷ്ടിക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അല്ല, അതിനകത്ത് മറ്റൊരു കാര്യം കൂടി, ഇത് വിപ്ലവത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. കാര്യം നമ്മൾ പ്രദർശിപ്പിക്കാൻ എക്സിബിഷനിസ്റ്റുകൾ ആയി മാറുന്നു എന്നുള്ളൊരു തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതായത് സ്ത്രീകൾ അത് എനിക്കങ്ങനെ എക്സിബിഷൻ അത് ഞാൻ ചോദിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഇതിപ്പോൾ കുറേ ആൾക്കാർ എന്നോട് പറയാറുണ്ട് ഞാൻ ഭയങ്കര എക്സിബിഷനിസ്റ്റാണ്. അപ്പം എനിക്കതിനകത്ത് വലിയ മറുപടി ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ കാര്യമാണ്, അങ്ങനെ നോക്കണം നമ്മൾ, ഇത് എൻ്റെ മറുപടി അല്ല, വേറൊരാൾ എന്നോട് പറഞ്ഞ മറുപടിയാണ്. അപ്പോൾ എനിക്കത് റീസണബിൾ ആയിട്ട് തോന്നി. അങ്ങനെ നോക്കിയ ഒരു പരിധി വരെ നമ്മളെല്ലാവരും എക്സിബിറ്റ് അല്ലേ ചെയ്യുന്നത്. നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു, എന്തിനാണ് പോസ്റ്റ് ഇടുന്നത്? മറ്റുള്ളവരുടെ മുന്നിൽ നല്ലവനാവാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ എനിക്കൊരു ബുദ്ധിജീവി ലുക്ക് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് പലയിടത്തും റെഫർ ചെയ്തും. അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്തെത്തുന്നു, ഒരു പ്രൊഫഷനിലെത്തുന്നു, അതെന്തുകൊണ്ടാണ് മറ്റുള്ളവർ കാണും, നല്ല സ്ഥലത്ത് ഒരുങ്ങി പോകുന്നു. ഇപ്പോൾ ഞാൻ നല്ലതായിട്ട് ഒരുങ്ങി വന്നു, അപ്പം ബാക്കിയുള്ളവർ എന്നെ കാണുമ്പം അവർ ഒന്ന് എക്സിബിറ്റ് ചെയ്യണം, നമ്മൾ ഒരുങ്ങുന്നു. അത് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഏത് ജെൻഡറിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും അതായത് എക്സിബിഷനിസം എന്ന് പറയുന്നത് അത് തെറ്റായ ഒരു കാര്യമല്ല, അത് നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് സ്ത്രീകൾ എക്സിബിറ്റ് ചെയ്യുന്നു, പുരുഷന്മാരെ എക്സിബിറ്റ് ചെയ്തില്ല, അങ്ങനത്തെ ഉള്ളവരൊന്നും കാര്യമില്ല. എല്ലാവരും അവരവർക്ക് പറ്റുന്ന രീതിയിൽ എക്സിബിറ്റ് ചെയ്ത് അവരെ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ട് എക്സിബിറ്റ് ചെയ്യുന്ന സ്ത്രീകളാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് നിങ്ങളുടെ അഭിപ്രായം, നമുക്ക് അങ്ങനെ അഭിപ്രായം ഇല്ല. ഉണ്ട്, തീർച്ചയായിട്ടും ആ ഒരു അഭിപ്രായം. കാര്യം ഒരിക്കൽ പോലും നമ്മൾ ഇപ്പോൾ ഒരു സിനിമാ മേഖല എടുത്തു നോക്കാൻ, നമുക്ക് സിനിമാ മേഖലയുണ്ട്, മറ്റ് ഇതര മേഖലകളുണ്ട്, അവിടെയെല്ലാം കൂടുതൽ എക്സ്പോസ്ഡ് ആയിട്ടും എക്സിബിഷനിസ്റ്റുകളായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ള പുതിയ സ്ത്രീകളാണ്. അപ്പോൾ ഈ സിനിമയിലൊക്കെ നേവലൊക്കെ കാണിച്ച് ഡാൻസ് കളിക്കേണ്ടി വരുന്നില്ലേ? അത് ഡയറക്ടറിന്റെ ആവശ്യപ്രകാരം ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ടല്ലോ. ഡയറക്ടർമാർക്ക് കുറേ കാര്യങ്ങൾ വേണം. സിനിമ പോസ്റ്ററുകളിലും അതുപോലെ തന്നെ നിങ്ങളുടെ ചാനലിലും യൂട്യൂബ് ചാനലിലും എന്തുകൊണ്ടാണ് സ്ത്രീകളെ പറ്റി ഇങ്ങനെയുള്ള തംബ്നെയിൽ ഇടുന്നത്? ഞാൻ നിങ്ങളുടെ ചാനൽ നോക്കി, അപ്പോൾ തംബ്നെയിൽ ഞാൻ ഇപ്പോൾ വരുന്ന വഴിക്ക് പറഞ്ഞു തംബ്നെയിൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കുറേ ചാനലിനെന്ന് പറഞ്ഞു കുറേ. അപ്പോൾ അവർ പറഞ്ഞു അതൊരു ബിസിനസ് തന്ത്രമല്ലേ? ഞാൻ പറഞ്ഞു ആ തന്ത്രമാണോ, ഓക്കെ. പക്ഷേ അതാണ് ആ എക്സിബിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീകളെ വിറ്റ് കാശാക്കാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂവിന് അടിയിലും ഇതുപോലെ തന്നെ ഒരുപാട് വൃത്തികെട്ട രീതിയിലുള്ള തമ്പനയിലാണ് കൊടുക്കുന്നത്. അതെന്താ? സ്ത്രീകളെ ബോഡീനെ വിറ്റ് ബാക്കിയുള്ള ആൾക്കാർ അതിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് എടുക്കുന്ന ആരാണ്? പുരുഷന്മാരല്ലേ. അപ്പോൾ സ്ത്രീകൾ സ്വന്തമായിട്ട് ഇപ്പം എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൈയില്ലാത്ത സ്ലീവ്ലെസ് ആയ വസ്ത്രം ധരിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിക്കുന്നതോ എന്നെ കൊണ്ട് ഒരാൾ നിർബന്ധിച്ച് വസ്ത്രം ധരിപ്പിക്കുന്നതോ തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ സ്വന്തമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രൊജക്ഷനാണ്. വേറൊരാൾ ചെയ്യിക്കുവാണെങ്കിൽ അത് അവരുടെ ബിസിനസ് മാർക്കറ്റിംഗ് തന്ത്രമാണ്. അപ്പോൾ ഈ എക്സിബിഷനിസം എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നുള്ളത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമില്ല. പക്ഷേ എൻ്റെ ഇല്ലാത്ത പ്രകാരം നിങ്ങൾ എൻ്റെ ഈ സ്ലീവ്ലെസ്സോ എന്തെങ്കിലും വെച്ച് അത് എക്സിബിറ്റ് ചെയ്യുവാണെങ്കിൽ അത് മോശം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരുപക്ഷെ ശ്രീലക്ഷ്മി അറക്കൽ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഇതിൽ തന്നെയായിരിക്കും.
എക്സ്പോസിങ്ങിനെ കുറിച്ച് ഇങ്ങനെ പറയുകയും ചെയ്യുന്നു. കൂടുതൽ സ്ലീവ്ലെസ് പോലുള്ള അല്ലെങ്കിൽ അതുപോലെ വസ്ത്രത്തിൽ കാണിക്കുന്ന സ്വാതന്ത്ര്യം, ഇതിന്റെ പേരിൽ ശ്രീലക്ഷ്മി അറക്കൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ, ഒരുപാട് വിമർശനങ്ങൾ, വെർബൽ അബ്യൂസസ്, ഇതൊക്കെ ഒരുപാട് നേരിട്ടിട്ടുള്ള ഒരാളല്ലേ? എനിക്ക് ബാക്കിയുള്ള ഈ ആൾക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ അബ്യൂസ് നേരിട്ടില്ല. കാരണം ഞാൻ ഇപ്പോഴൊക്കെയാണ് ഈ സ്ലീവ്ലെസ് ഇടാൻ വേണ്ടി തുടങ്ങി. എനിക്ക് ഭയങ്കര എന്താ പറയുക, എനിക്ക് ഒന്നാമത് ഗ്രാമത്തിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കും എൻ്റെ വീട്ടിൽ നിന്നൊക്കെ അങ്ങനെ ഭയങ്കര ഇങ്ങനെ എന്താ പറയുക ഷോളൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ നടക്കണമെന്ന് പഠിപ്പിച്ച ഒരാളാണ്. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ ബോഡീനെ എക്സിബിറ്റ് ചെയ്യാനും അതുപോലെ കാല് കാണിക്കാനൊക്കെ ഭയങ്കര കൈ കാണിക്കാനൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഞാൻ പിന്നെ ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്ലീവ്ലെസ് ഒക്കെ ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള കാര്യമില്ല, എല്ലാവരും ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. അങ്ങനെ എനിക്ക് പക്ഷേ ഇനിയും പിന്നെ എന്താ പറയുക കുറച്ചുകൂടെ ബിക്കിനി പോലത്തെ വസ്ത്രങ്ങളൊക്കെ ധരിക്കണം എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ എനിക്ക് ഈ ഇത്രയും വലിയ തടിയൊന്നും വെച്ചുകൊണ്ട് അത് ഇടാനൊന്നും എനിക്ക് കോൺഫിഡൻസ് ഇല്ല. എനിക്ക് എൻ്റെ തന്നെ കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ടാണ് ഞാൻ അത്രയധികം എന്താ പറയുക ബോഡി കാണിച്ചുള്ള വസ്ത്രങ്ങളൊന്നും ഇടാറില്ല. അത് എനിക്കത് കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് ആൾക്കാർ എന്താ പറയുക ശരീരം മറയ്ക്കുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുന്ന പെണ്ണുങ്ങളെ ഭയങ്കര എന്തോ നല്ല ആൾക്കാരായിട്ടാണ് കാണുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്രയധികം ഇപ്പോൾ ഈ രഹന ഫാത്തിമ, അതുപോലെ തന്നെ രഹന ഫാത്തിമയ്ക്കാന്ന് തോന്നുന്നു കൂടുതൽ വസ്ത്രത്തിൻ്റെ പേരിൽ, പിന്നെ അനശ്വര രാജൻ, പിന്നെ എസ്തർ മറ്റേ സിനിമാ നടി, അങ്ങനെ അവരൊക്കെ നേരിടുന്ന അത്രയും രീതിയിലൊന്നും എനിക്ക് അങ്ങനത്തെ ഒന്നും ബോഡി ഷെയ്മിങ് വസ്ത്രത്തിൻ്റെ പേരിലൊന്നും എനിക്ക് അധികം നേരിടേണ്ടി വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സമൂഹത്തിൻ്റെ കുറേ കാഴ്ചപ്പാടുണ്ട്, അതിനനുസരിച്ചൊക്കെയാണ് ഞാൻ ഏകദേശം വസ്ത്രം ധരിക്കുന്നത്. അത് എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ഇതാണ്. എനിക്കങ്ങനെ ധരിക്കാൻ വലിയൊരു കോൺഫിഡൻസ് ഇല്ല. ചിലപ്പം കുറച്ചുകൂടെ മെലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ നല്ല രീതിയിൽ എന്താ പറയുക കുറച്ചുകൂടെ ബിക്കിനി പോലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയേനെ. രഹന ഫാത്തിമ സ്വന്തം ശരീരത്തെ ഒരു ഷോ പീസാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഷോ പീസ് എന്ന് ഞാൻ പറയില്ല, അത് അവർ ചെയ്യുന്ന ബോഡി പൊളിറ്റിക്സ് ആണ്. ഒരു ബോഡി പൊളിറ്റിക്സിന് വേണ്ടി സ്വന്തം ജീവിതവും സ്വന്തം ജോലിയും എല്ലാം ത്യജിച്ച ആളാണ്. അപ്പോൾ അതവരുടെ ഒരു പൊളിറ്റിക്സ്, അവരുടെ പൊളിറ്റിക്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഷോ പീസ് എന്ന് അത് അങ്ങനെയാണ് മറ്റുള്ളവരുടെ മുന്നിൽ അത് അങ്ങനെ തന്നെയാണ്, അല്ലാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതിപ്പോൾ മറ്റുള്ളവർ എന്ത് കരുതുന്നത് വെച്ചാൽ നമുക്ക് ജീവിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടം ഈ വീഡിയോ എന്നെ ഇന്റർവ്യൂവർ ആവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം. പക്ഷെ നിങ്ങളോട് ആൾക്കാർ പറയുകയാണ് ഒരു നീയൊക്കെ എന്തിങ്ങനെ നടക്കുന്നത്, PSC ജോലി എഴുതി ഒരു LD ക്ലർക്ക് ആവ് കേട്ടിട്ടുണ്ടല്ലോ. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് ഈ പ്രൊഫഷനിൽ എത്തിയത്? നിങ്ങളുടെ ആത്മസാക്ഷാത്കാരം. നമ്മളെല്ലാവരും നമ്മൾക്ക് ഇഷ്ടമുള്ള നമുക്കൊരു പാഷൻ. ഇപ്പം എന്നോട് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, നീ ഈ സെക്സിനെ പറ്റി ഇതിനെപ്പറ്റി എല്ലാം പറഞ്ഞു നിനക്ക് ഒരിക്കലും സ്കൂളിൽ ജോലി കിട്ടില്ല, നീ എന്തിനാണ് ഈ B.Ed പോയത്, M.Ed പോകുന്നത്, നീ വേറെ എന്തെങ്കിലും പ്രൊഫഷൻ നോക്കുന്നത്. പക്ഷേ എനിക്ക് ഈ പ്രൊഫഷൻ അല്ലാതെ വേറെ ഒന്നും ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പുറകെ നടക്കുന്നത്. ഏതെങ്കിലും കാലത്ത് എപ്പോഴെങ്കിലും എനിക്ക് ഏതെങ്കിലും സ്കൂളിൽ ആരെങ്കിലും അറിഞ്ഞ് ജോലി തരുമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ട്യൂഷൻ എടുക്കുന്നുണ്ട്, കുറേ പഠിപ്പിക്കുന്നുണ്ട്, കുറച്ച് 1.5 മാസം ഒരു സ്കൂളിൽ ജോലി ചെയ്തു. അതൊക്കെ നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. 1.5 മാസം ആണെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ച് അതെന്ന് പറഞ്ഞാൽ ഒരു അത്രയും സന്തോഷമാണ് കിട്ടുന്നത്. നമുക്ക് ചില ആഗ്രഹങ്ങളുണ്ട്, ചില പാഷനുണ്ട്, അതിൻ്റെ പുറകെ പോകും. അതുപോലെ അവർക്ക് ബോഡി പൊളിറ്റിക്സിനെ പറ്റി പറയുന്നത് അതായിരിക്കും അവരുടെ ആത്മസാക്ഷാത്കാരം. അവർക്ക് എന്താ പറയാ, ഞാൻ ചോദിച്ചിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ ഒരു എക്സിബിഷനിസം എന്ന് പറയുന്നതിൽ നിന്നും ഇവിടെ പെട്ടെന്ന് ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു മറുകണ്ഠം ഉണ്ടാവുകയാണ്. മറുകണ്ഠം ചാടുക എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ? ബോഡി പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു മറ്റൊരു സോഷ്യൽ വേർഡിലേക്ക് എത്തി. നേരത്തെ ഞാൻ പറഞ്ഞ അതിനെ എക്സിബിഷനിസം എന്ന് പറയുന്നതിനെ കട്ട് ചെയ്തിട്ട് നേരെ നമ്മൾ ഇവിടേക്ക് വന്നത് ബോഡി പൊളിറ്റിക്സ്. എന്തിനുകൊണ്ട് അതിനെ ബോഡി പൊളിറ്റിക്സ് എന്ന് വിളിക്കുന്നു? ബോഡി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് അവർക്ക്, അതായത് സ്ത്രീകൾക്ക്, അതായത് പുരുഷന്മാര് പറയുമ്പോൾ അതിനെ എക്സിബിഷനിസം എന്നും ഇത് മറ്റു സ്ത്രീകളിലേക്ക് എത്തുമ്പോൾ അതിനെ ബോഡി പൊളിറ്റിക്സ് എന്ന് പറയുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ ആൻസറാണ്. സ്വന്തം ഇഷ്ടപ്രകാരം ബോഡി എങ്ങനെ രീതിയിൽ പോർട്രേ ചെയ്യാം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം അനുസരിച്ച് ഏത് രീതിയിൽ സ്വന്തം ഇഷ്ടപ്രകാരം പോർട്രേ ചെയ്യാം. അതിന്റെ കേസ് പോയിരുന്നു, മകനെ കൊണ്ട് സ്വന്തം ശരീരം. അതിപ്പം സുപ്രീം കോടതി തള്ളിക്കളഞ്ഞല്ലോ. അത് കേസ് തള്ളിക്കളഞ്ഞു. അപ്പോൾ നമ്മളുടെ ബോഡി ഏത് രീതിയിൽ പോർട്രേ ചെയ്യാമെന്ന് നമ്മളാണ്, അതായത് ബോഡി ഓട്ടോണമി നമുക്ക് വേണം പറയാം. ഇതെല്ലാം ബോഡി ഓട്ടോണമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ സെക്സ്, മാസ്റ്റർബേഷൻ, അതുപോലെ തന്നെ ഈ ബോഡി പൊളിറ്റിക്സ് എല്ലാം നമ്മുടെ ബോഡി, നമ്മൾക്കൊരു ഇൻഡിവിജ്വലിനുള്ള ഫ്രീഡം, നമ്മളെങ്ങനെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യും, നമുക്ക് എങ്ങനെ നമ്മളെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും, അത് നമ്മളുടെ ഫ്രീഡമാണ്. അത് പക്ഷെ വേറൊരാൾ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് ഫ്രീഡം അല്ല, അത് എക്സ്പ്ലോയിറ്റേഷനാണ്. അതാണ് തമ്മിലുള്ള വ്യത്യാസം.
അവർക്ക് ഇപ്പൊ അത് സമൂഹ നിർമ്മിതിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ. ഇപ്പം സമൂഹ നിർമ്മിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീവേജ് കാണുന്നത് ഭയങ്കര മോശപ്പെട്ട കാര്യമാണ്, അല്ലെങ്കിൽ ക്ലീവേജ് കാണിച്ചുകൊണ്ട് സിൽക്ക സ്മിതിനെ മറ്റേ സിനിമയ്ക്കകത്തുണ്ടല്ലോ ഏഴുമല പൂഞ്ചോലയ്ക്കകത്ത്, അതിനകത്ത് സെക്സിഫൈ ചെയ്താണ് സ്ത്രീകളെ കാണിക്കുന്നത്. സ്ത്രീകളെ സെക്സിഫൈ ചെയ്ത് ബിസിനസ് ചെയ്യുന്നതും സ്ത്രീകൾ സ്വന്തമായിട്ട് ക്ലീവേജ് കാണിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ സ്വന്തമായിട്ട് ക്ലീവേജ് കാണിച്ചാൽ അത് കുഴപ്പമില്ല, എനിക്ക് അത് നമുക്ക് ഓക്കെയാണ്, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ വേറൊരാൾ നിർബന്ധിച്ച് അവരെ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് മോശമാണ്. പുരുഷാധിപത്യ സമൂഹം എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിർമ്മിച്ചിട്ടുള്ള സമൂഹം, അതിൽ സ്ത്രീകളും ഭാഗമാണ്. മീറ്റു എന്ന് പറയുന്ന ആ ഒരു സംഭവം വളരെ നല്ലതാണ് ആക്ച്വലി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും സെക്ഷൽ അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ പറയുന്ന ഒരു കാര്യം അത് പക്ഷേ ജെന്യൂൻ ആയിരിക്കണം എന്നുള്ളതാണ്. രഹന ഫാത്തിമയുടെ പോക്സോ കേസ്, അത് പോക്സോ കേസ് അല്ലെന്ന് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു. ബി.എഡിന് പഠിക്കുന്ന സമയത്ത് പറഞ്ഞു ഷോൾ ഇട്ടുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. എനിക്ക് ഷോൾ ഇടാൻ പറ്റൂല, കാരണം എനിക്ക് ഷോൾ ഇടാൻ താല്പര്യമില്ല. കാരണം ഷോൾ ഇട്ടുകൊണ്ട് കോളേജിൽ പോയി, അതായത് ഈ ബസ്സിൽ നിന്നൊക്കെ വലിച്ച് ഇങ്ങനെ എനിക്ക് പോകാൻ പിന്നെ ചൂട്, എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഷോൾ ഒരു അധിക ഭാരമായിട്ടാണ് തോന്നുന്നത്.